എൻസൈക്ലോപീഡിയ ചിക്കാഗോ 1950 പ്രസിദ്ധീകരിച്ച അതിന്റെ 4ാമത്തെ വാള്യം. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതില് 2 പാരഗ്രാഫ് അത് പരലോകത്തെക്കുറിച്ചുള്ളതാണ്. അതായത് all the materials in the universe will explode again in another big bang, resulting in the new phase of universe resembling the present one. If the universe has not bound, the cosmological expansion will not halt, and the galaxies and stars will all die, leaving the cosmic into a cold and virtually empty. ഒരു ഒതന്റിസിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്. അതായത് ശാസ്ത്രം പറയണത് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒന്നുകൂടി പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറി എന്തിലാണ് കലാശിക്കുക? ഈ ലോകം തീരും, ഈ പ്രപഞ്ചം അവസാനിക്കും. ആ പൊട്ടിത്തെറിയുടെ ഫലമായി റിസൾട്ടിംഗ് ദ ന്യൂ ഫേസ് ഓഫ് യൂണിവേഴ്സ് റീസംബ്ലിംഗ് ദ പ്രസന്റ് വൺ. ആ പൊട്ടിത്തെറിയുടെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യേകമായ അവസ്ഥയിൽ നിന്ന് നാളിതുവരെ ഞാനും നിങ്ങളും കണ്ടിട്ടും കേട്ടിട്ടും ചിന്തിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇല്ലാത്ത ഒരു പുതിയ ലോകത്തിന്റെ ആവിർഭാവം ഉണ്ടാകും. ഏതാണ് ആ പുതിയ ലോകം എന്നറിയോ? ആ പുതിയ ലോകം ഏതാണെന്നറിയോ? സൂറത്തുൽ അബസയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന ലോകം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത, സെന്റിമെന്റ്സുകൾക്ക് വിലയില്ലാത്ത, കണ്ണുനീരിന് വിലയില്ലാത്ത, കൂട്ടുകാരന് വിലയില്ലാത്ത, മാതാവിനെ തിരിഞ്ഞു നോക്കാത്ത, പിതാവിനെ മൈൻഡ് ചെയ്യാത്ത, കൂട്ടുകാരനെ ഇട്ടെറിഞ്ഞു പോകുന്ന മാശറാവൻ സഭയെ കുറിച്ച് സൂറത്തുൽ അബസയിലൂടെ പടച്ച തമ്പുരാൻ പറഞ്ഞു തരികയാണ്. ആ മാശറയിൽ ശുപാർശകൾക്ക് സ്ഥാനമില്ല, ആ മാശറയിൽ സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ല. അമലുകൾ കുറഞ്ഞുകൊണ്ട് നരകത്തിന്റെ പാതാളത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഞാൻ എന്റെ മാതാവിന്റെ അടുത്ത് പോയി ഞാൻ ചോദിക്കുകയാണ്, പൊന്നുമ്മ, ഉമ്മയുടെ കയ്യിൽ ഒരുപാട് അമലുണ്ട്, ഒരുപാട് അമലിന്റെ ഒരുപാട് കൂമ്പാരമുണ്ട്. ഇതാ ഉമ്മയുടെ പൊന്നുമകനായ ഞാനിതാ നരകത്തിന്റെ പാതാളത്തിലേക്ക് ആപതിക്കാൻ പോകുകയാ. എന്താണ് ആ നരകത്തിന്റെ അവസ്ഥ? തുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അവിടെ ജീവിതമില്ല കേട്ടോ, അവിടെ മരണമില്ല കേട്ടോ. അതിന്റെ രണ്ടിനും നടുവിലുള്ള വല്ലാത്തൊരവസ്ഥയാണ്. ദീനരോധനങ്ങൾ മാത്രം ഉയരുന്ന വല്ലാത്തൊരവസ്ഥയുള്ള നരകത്തിന്റെ പാതാളത്തിലേക്ക് പൊന്നുമ്മ, ഉമ്മയുടെ ഈ പ്രിയപ്പെട്ട മകനിതാ വലിച്ചിഴക്കപ്പെടുകയാ. ഉമ്മയൊരൊറ്റ അമല് തന്നൊന്ന് സഹായിച്ചാൽ, ഉമ്മയുടെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട നന്മയുടെ ഓഹരിയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് വിട്ടു തന്നാൽ ഒരുപക്ഷെ ഞാൻ സ്വർഗത്തിലേക്ക് പോയേക്കാം ഉമ്മ, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട മാതാവ് ലോകത്ത് വെച്ച് എന്നോട് പറയുന്ന മറുപടി, പൊന്നുമോനെ, ഇത് പരലോകമാണടാ. ഇവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല മോനെ, ഇവിടെ സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ല മോനെ, ഇവിടെ കണ്ണുനീരുകൾക്ക് സ്ഥാനമില്ല മോനെ, ഇവിടെ വിലപേശലുകളില്ല. 10 മാസം ഗർഭം ചുമന്ന യാതനയും വേദനയും സഹിച്ച മാതാവിന്റെ വാത്സല്യം ഈ ലോകത്തില്ല. നിനക്ക് വേണ്ടി മരുഭൂമി കടന്നുകൊണ്ട് അറബിയുടെ ആട്ടും തുപ്പലുമേറ്റ് കാലങ്ങളോളം നിനക്ക് വേണ്ടി പണിയെടുത്ത അവസാനം താടിമുടികൾ നിറച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന നിന്റെ പിതാവിന്റെ വാത്സല്യത്തിന്റെ ചൂടി ലോകത്തില്ല മോനെ. നഫ്സ് നഫ്സിയാണ്, സ്വന്തം കാര്യം മാത്രമാണ്, സ്വന്തം കാര്യം മാത്രമാണ്. നീ നിന്റെ വഴിക്ക് പോകൂ, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന എന്റെ മുഖത്ത് നോക്കി എന്റെ ആട്ടിപ്പറഞ്ഞയച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് നടന്നകന്നു പോകുന്ന വല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. യൗമ യഫിറുൽ മർഉ മിൻ അഖീ
وأمه وأبيه وصاحبته وبنيه. സ്വന്തം ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, വാപ്പയിൽ നിന്ന് മർത്യനോടിയകലുന്ന വല്ലാത്തൊരു ദിവസം. ആ ദിവസത്തിൽ രണ്ട് മുഖങ്ങളെ കുറിച്ച് പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തുന്നു. വുജൂഹു യൗമഇദിൻ മുസ്ഫിറാ ളാഹികതുൻ മുസ്തബ്ശിറാ വവുജൂഹു യൗമഇദിൻ അലൈഹാ ഗബറാ തർഹഖുഹാ ഖതറാ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറാ. ആ മഅ്ശറാവൻ സഭയിൽ വെച്ച് ചില മുഖങ്ങളതാ പ്രകാശിക്കുകയാണ്, ചില മുഖങ്ങളതാ പുഞ്ചിരി തൂകുകയാണ്, മറ്റു മുഖങ്ങളതാ കുത്തിത്തറച്ചതുപോലെ വിഷമം കൊണ്ട്, ദുഃഖം കൊണ്ട്, കഠിനമായ വിരഹദുഃഖം സഹിക്കാൻ സാധിക്കാതെ താഴോട്ട് തല താഴ്ത്തിക്കൊണ്ട് നടക്കുകയാ. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറാ. ഈ ഭൂമിക്ക് മുകളിലൂടെ സ്വന്തം ആത്മാവിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് നടന്ന മനുഷ്യരാണവര്. എൻസൈക്ലോപീഡിയ ചിക്കാഗോ പറഞ്ഞു തന്ന ആ ഒരു ദിവസം ഖുർആൻ വിവരിച്ചതാണ്. കണ്ടോ, രണ്ട് വിവരണത്തിന്റെയും വ്യത്യാസം കണ്ടോ നിങ്ങൾ? എൻസൈക്ലോപീഡിയ ചിക്കാഗോ വായിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാലാകാലം നന്നാവില്ല. ഓന് നന്നാവാൻ യാതൊരു ചാൻസും ഇല്ല. മറിച്ച് ഖുർആൻ പറഞ്ഞു തന്ന ഈ വിശദീകരണം ഒരാൾ വായിക്കുകയാണെങ്കിൽ, അത് ശരിയായ അർത്ഥത്തിൽ അയാൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ അയാൾ തെറ്റിപ്പോകില്ല. പിന്നെ ജീവിതത്തിൽ അയാൾ ഉമ്മയോട് കയർത്ത് സംസാരിക്കില്ല. പിന്നെ ജീവിതത്തിൽ അയാള് വാപ്പയോട് മുഖം കറുപ്പിച്ച് സംസാരിക്കില്ല. സഹോദരങ്ങളെ, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ശാപം ഉമ്മയുടെ മുഖത്ത് നോക്കി തള്ളേ എന്ന് വിളിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും മനസ്സിന്റെ ഉറപ്പുമുള്ള മക്കളുണ്ടായി എന്നുള്ളതാണ് നാടിന്റെ ഏറ്റവും വലിയ ശാപം. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഒരുപക്ഷെ മഞ്ചേരിയിലൊരു വീടുണ്ട് അത്രേ. ആ വീടിന്റെ പുറത്തുകൂടി നിങ്ങൾ നടന്നു പോകുമ്പോ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അത്രേ. ആ കരച്ചിലിനൊരു പശ്ചാത്തലമുണ്ട്. എന്താണെന്നറിയോ? ആ വീട്ടില് ആകെ ഉണ്ടായിരുന്നത് ഒരു ഉമ്മയും ഒരു മകനുമാണ്. അങ്ങനെ മകൻ വളർന്ന് വലുതായി എന്തിനും പോന്ന തണ്ടും തടിയുള്ള ഒരു ആൺകുട്ടിയായി. ഉമ്മ മകനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഭാര്യ വീട്ടിലേക്ക് വന്നു, ജീവിതം തുടങ്ങി. ഒരുപാട് നാള് കഴിഞ്ഞു. ഒരു ദിവസം ഈ ഭാര്യക്കൊരാഗ്രഹം. എന്താണെന്നറിയോ? എനിക്ക് മാത്രം ഇരിക്കാൻ ഇവിടെ ഒരു കസേര വേണം, ഒരു ചൂരലിന്റെ കസേര. ആ കസേരയിൽ ഇവിടെ വേറെ ആരും ഇരിക്കാൻ പാടില്ല, ഞാൻ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കസേര ഇവിടെ വേണം. ഭർത്താവ് വന്നപ്പോ പറഞ്ഞു, ഈ വീട്ടില് എനിക്ക് മാത്രം ഇരിക്കാൻ ഒരു ചെയർ വേണം. ഭർത്താവ് ചോദിച്ചു, അതെന്താണ്ടി അങ്ങനെ? എനിക്കെന്താ വട്ടായോ? അതല്ല, എനിക്കങ്ങനെ വേണം. എന്നായിക്കോട്ടെ, പ്രശ്നമില്ല, ഒരു കസേര വാങ്ങിച്ചാൽ അതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കസേര വാങ്ങിക്കൊടുത്തു. സ്വാഭാവികമായിട്ടും കസേര വാങ്ങിയപ്പോ ആ കസേര കണ്ട ഉമ്മ അതിലിരിക്കാൻ തുടങ്ങി. ഉണ്ടാവുമല്ലോ, ദിവസവും ഈ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഇവള് തലയണ മന്ത്രത്തിലൂടെയും കുശുമ്പ് കുന്നായത്തിലൂടെയും ഈ ഉമ്മയ്ക്കെതിരെ പരാതി പറയാൻ തുടങ്ങി. സ്ഥിരമായിട്ട് ഇയാള് വരുമ്പോ കേൾക്കുക, നിങ്ങളുടെ ഉമ്മാനെ കൊണ്ട് ഇടങ്ങേറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല, നിങ്ങൾ ഇന്നൊക്കെ വിൽക്കാൻ നടക്കാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ കുറിച്ച് കുശുമ്പ് കയറ്റി. ഒരു ദിവസം ഈ കുശുമ്പിങ്ങനെ അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ ഇങ്ങനെ എത്തി നിൽക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ഉമ്മ ഇങ്ങനെ ആ കസേരയിൽ ഇരുന്നിട്ട് എന്തോ വായിക്കുക അങ്ങനെ ചെയ്യാണ്. ഇയാള് ഗ്രിൽസ് തുറന്ന് ചാടിക്കയറി ഉമ്മാന്റെ വയറ്റത്തൊരൊറ്റ ചവിട്ടി. മഞ്ചേരിയിൽ നടന്ന സംഭവമാണ് അത്ര. ഗ്രില്ല് തുറന്ന് ചാടിക്കയറി ഉമ്മയുടെ വയറ്റത്തേക്ക് ഒരൊറ്റ ചവിട്ടി. എന്നിട്ട് ചോദിച്ചു, തള്ളേ, നിങ്ങൾക്ക് നാണല്ലേ? എന്റെ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്ത കസേരയിൽ ഇരുന്ന് കണ്ട് പുസ്തകം വായിക്കാൻ നാണല്ലേ നിങ്ങൾക്ക് തള്ളേ എന്ന് ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ഈ മനുഷ്യൻ ചോദിച്ചത്രേ. വയറ് പിടിച്ചുകൊണ്ട് ആ ഉമ്മ പറഞ്ഞു, മോനെ, എന്തൊരു ശക്തിയാണ്ടാ നിന്റെ കാലിന്, എന്തൊരു ശക്തിയാണ്ടാ നിന്റെ കാലിന്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്.
ഏതൊരു വയറ്റിലാണോ അവൻ ചവിട്ടിയത്, ആ വയറ്റിലാണ് 25 വർഷം മുമ്പ് 10 മാസക്കാലം ചുരുണ്ട് കിടന്നത്. ആ വയറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം, അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം, അതിനുശേഷം ജനിച്ചു വീണതിന് ശേഷം ആ ഉമ്മയുടെ കരങ്ങളും ആ ഉമ്മയുടെ ചുണ്ടുകളും ആ ഉമ്മയുടെ മാരടവും ആ ഉമ്മയുടെ കണ്ണുനീരും നൽകിയ ചൂടേറ്റുകൊണ്ടാണ് അവൻ വളർന്നത്. പക്ഷേ ഒരു നിമിഷത്തിൽ വികാരം അവനെ കൈയടക്കിയപ്പോ, വികാരം അവന്റെ മനസ്സിനെ കീഴടക്കിയപ്പോ ഗ്രില്ല് തുറന്ന് ചാടിക്കയറി താൻ 10 മാസം കിടന്നിരുന്ന ഉമ്മയുടെ വയറ്റത്തേക്ക് ആഞ്ഞച്ചവിട്ട് ഡയലോഗ് പൊട്ടിക്കാൻ മാത്രമുള്ള മൃഗമായി മാറിയ മനുഷ്യൻ. അല്ലെ, ശാപം 21-ാം നൂറ്റാണ്ടിന്റെ ശാപം. ഇത് മഞ്ചേരിയിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിലുള്ള ഏതെങ്കിലും ഒരു യുവാവിന്റെ സംഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവാവിന്റെ സ്വഭാവമോ അല്ല, മറിച്ച് ആ യുവാവെന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിനെ പ്രതിനിധീകരിക്കുന്ന യുവത്വമാണ്, യുവത്വത്തിന്റെ പ്രതീകം. അല്ലേ, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്കറിയാം എങ്ങനെയാണ് മക്കളെ പെരുമാറുന്നത്. രാത്രി വൈകി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാടാ നീ പോയത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയായി നല്ല ഒരു മറുപടി തരാം. ഉമ്മ, എനിക്ക് ഇന്നതൊക്കെ ആവശ്യമുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത് എന്ന് പറയാറുള്ള മക്കൾ വളരെ അപൂർവമായി മാറിയിരിക്കുന്നു. പിന്നെ നിനക്കെന്താ, ഞാൻ എവിടെങ്കിലും പോയാൽ എപ്പോഴും മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോ തുടങ്ങിക്കോളൂ തള്ള, എവിടെങ്കിലും പോയി കിടന്ന് ഉറങ്ങിക്കോണ്ടി എന്ന് പറയുന്ന മക്കൾ ഭൂരിപക്ഷമാണ് ഇന്ന് സമുദായത്തിൽ, ഭൂരിപക്ഷം. നഅൂദുബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇന്നാ മനുഷ്യൻ കിടന്ന് അനുഭവിക്കുകയാണ്. അല്ലേ, മാതാപിതാക്കളോടുള്ള അക്രമത്തിന്റെ ശിക്ഷയുടെ ജീവിക്കുന്ന തെളിവായി മഞ്ചേരി പ്രദേശത്ത് ഇന്നും ആ മനുഷ്യൻ ജീവിക്കുന്നു. എനിക്ക് ആ മനുഷ്യന്റെ വീടറിയില്ല, വ്യക്തിപരമായി അറിയില്ല, പക്ഷേ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നഖം വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റി വെട്ടിപ്പോയി. അതൊരു പഴുപ്പായി. ആദ്യം മുട്ടിന്റെ താഴെ നിന്ന് മുറിച്ചു കളയേണ്ടി വന്നു, പിന്നെ തൊടന്റെ അവിടുന്ന് മുറിച്ചു കളയേണ്ടി വന്നു, ഡയഫ്രം വരെ പഴുപ്പെത്തി. അതിന്റെ മുകളിലോട്ട് മുറിച്ചു കളഞ്ഞാലും മനുഷ്യൻ മരിച്ചു. അതിന്റെ മുകളിലോട്ട് പഴുപ്പ് കയറി ഇന്ന് യാതനയും വേദനയും അനുഭവിച്ചു, ഒരു ക്യാൻസറിനേക്കാൾ വേദന അനുഭവിച്ചുകൊണ്ട് വീടിന്റെ 4 മതിലുകൾക്കുള്ളിൽ ആ മനുഷ്യൻ ജീവിക്കാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അല്ലെ, ഉമ്മയോടും വാപ്പയോടും അനാവശ്യമായി പെരുമാറിയാൽ പടച്ചതമ്പുരാൻ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നതിന്റെ മുന്നേ ശിക്ഷ തരുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് മഞ്ചേരി പ്രദേശത്ത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? തിരിഞ്ഞു നോക്കി, താളെ വീടിന്റെ അകത്ത് പോയി ഇരുന്നു, മരുന്ന് വാങ്ങിച്ചെന്ന കഴിക്കൂല്ല. എന്നിട്ട് ആള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തുടങ്ങും വെറുതെ ചെരക്കാൻ. നമുക്ക് ഒരുപാട് വിഷമുണ്ടായി. പുള്ളിത്തറ്റത്തിന്റെ അറ്റം കടിച്ചു പിടിച്ചുകൊണ്ട് വീടിന്റെ അകത്തലങ്ങളിലേക്ക് ഒരു മഹാസങ്കടത്തിന്റെ സാഗരം കടിച്ചു പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ചുക്കിച്ചുളിഞ്ഞ നിന്റെ ഉമ്മയുടെ കവിൽത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുകിയ കണ്ണുനീരിന് നിന്റെ മുന്നിൽ വിലയില്ലെങ്കിലും ഒരു നാടിനെ മുഴുവനും ചുട്ടുകരിക്കാൻ, മഹാസാഗരത്തിന്റെ കടൽ വെള്ളത്തെ മുഴുവനും മലിനീകൃതമാക്കാൻ അതിന് ശക്തിയുണ്ട്. അല്ലാഹുവിന്റെ പക്കൽ റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹു ഫീ സുഖ്തുൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ പ്രീതി. ചുക്കിച്ചുളിഞ്ഞ് തുളിയുള്ള, എല്ലുകൾ ശോഷിച്ചു പോയ, കണ്ണിന് കാഴ്ചയില്ലാത്ത, ചെവിക്ക് കേൾവിയില്ലാത്ത, ഇംഗ്ലീഷ് അറിയാത്ത, ഫിലോസഫി അറിയാത്ത, എക്കണോമിക്സ് അറിയാത്ത, ലോകത്തിന്റെ തുടിപ്പറിയാത്ത, ചുക്കിച്ചുളിഞ്ഞ സൗന്ദര്യമില്ലാത്ത, ശബ്ദമാധുരിയില്ലാത്ത നിന്റെ മാതാവിന്റെ കണ്ണുനീരിന് നിന്റെ മുന്നിൽ വിലയില്ലെങ്കിലും അതിന് വില ഒരു സ്ഥലത്തുണ്ട്. 7 ആകാശങ്ങൾക്ക് മുകളിലിരുന്നു കൊണ്ട് ഈ ലോകത്തിന്റെ സ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, ആ റബ്ബിന്റെ മുന്നിൽ ആ ഉമ്മയുടെ കണ്ണുനീരിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ യുവാക്കള് ഖുർആൻ ഒന്ന് വായിച്ചു നോക്കണ്ടേ? നമ്മുടെ മക്കള് ഖുർആനിന്റെ താളുകളെന്നെടുത്ത്